ഭഗവതി വാസുദേവായ. ദശകം 8, ശ്ലോക 12. സഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സഹ പത്മജന്മാ വിധിഃ ആവിരാസീത് സ്വയം പ്രബുദ്ധ അഖിലവേദരാശി. സഫുല്ലപത്രേ, മുട്ടിന്റെ ഇതളുകൾ വിടർന്നു. നിതരാം, തീർന്നുകൊണ്ട്. വിചിത്രേ, അത്ഭുതകരമായിട്ട്. തസ്മിൻ, ഉറപ്പിച്ച നിലയിൽ. ഭവത്, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ. വീര്യധൃതേ, യോഗവീര്യത്താൽ. സരോജേ, താമരപ്പൂവിൽ. സഹ, ആ ഒരു. പത്മജന്മ, താമരയിൽ ജനിച്ച. വിധിഹി, ബ്രഹ്മാവ്. ആവിരാസിത്, ആവിർഭവിച്ചു. സ്വയം, സ്വന്തമായി. പ്രബുദ്ധ, പ്രകാശിച്ച. അഖില, എല്ലാ ഉലകത്തിലും. വേദരാശി, വേദ സമൂഹത്തോട് കൂടി. ഈ ദശകത്തിൽ ആ പ്രളയ വർണ്ണന കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ആ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും, ആ ഒരു പൊക്കിൾ കൊടിയിൽ നിന്നും ആ ഒരു ചെറിയ താമര മൊട്ടുപോലെ വന്ന് അത് പതിയെ പതിയെ വിടർന്ന് മൊട്ടിൻ്റെ ഇതളുകൾ വന്നു. അത് അത്ഭുതകരമായിട്ട് ഭഗവാന്റെ ആ ഒരു നാഭിയിൽ ഉറച്ച നിലയിൽ അങ്ങനെ തണ്ടോടുകൂടി ആ ഒരു താമരപ്പൂവ് ഇതളുകളായി വിടർന്ന് വലുതായി. അതിൽ ഭഗവാന്റെ യോഗവീര്യത്താൽ ആ താമരപ്പൂവിൽ, താമരയിൽ നിന്നും ജനിച്ച ആ ബ്രഹ്മാവ് ആവിർഭവിച്ചു. അങ്ങനെ ആ ഒരു ബ്രഹ്മാവിന് സ്വന്തമായി പ്രകാശിച്ച എല്ലാ വേദ സമൂഹത്തോടു കൂടിയുള്ള അനുഗ്രഹത്തോടു കൂടി ആ ഒരു താമരയിൽ സ്ഥിതികരായി നിൽക്കുകയും അങ്ങനെ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. സഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശിഃ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.